ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞങ്ങളോട് സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് ബഹറിൽ വീണ്ടും നല്ലൊരു മഴ പെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു തണുത്ത കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് വൈകുന്നേരത്ത് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാണ്. സന്ധ്യ ആവണതിന് മുന്നേ പോയതാണ്. പക്ഷെ റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്കും 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മഴ തോർന്നിട്ടില്ല. വന്നപാട് എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. നമ്മൾ പുറത്ത് പോയപ്പം വൈകുന്നേരത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഏട്ടന് ഇനി ചോറും ചപ്പാത്തിയും ഒന്നും വേണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ബ്ലൂബെറിയും ചിക്കൻ സോസേജും ഒക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പം ഞാൻ ബ്ലൂബെറി കൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാം, ചിക്കൻ സോസേജ് കൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ ഞാൻ പോണതിന് മുന്നേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളം തോർന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് അതായത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ് ആദ്യം തന്നെ. കാരണം ഇനിയിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും പാത്രം കഴുകാനാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലൂബെറി സ്മൂത്തിൻ്റെയും ചിക്കൻ സോസേജ് കൊണ്ടുള്ള സ്നാക്സിൻ്റെയും റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഫ്ലാക്സ് സീഡിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ അതൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഫ്ലാക്സ് സീഡ് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഫ്ലാക്സ് സീഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വറുത്ത് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഫ്ലാക്സ് സീഡ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായിട്ടുള്ളൊരു സാധനമാണ്. ഫ്ലാക്സ് സീഡിന് നമ്മൾ മലയാളത്തിൽ ചണവിത്ത് എന്നാണ് കേട്ടോ പറയുക. omega-3 ഫാറ്റി ആസിഡ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ലിഗ്നൻസിൻ്റെയും ഒക്കെ കലവറയായിട്ടുള്ള ഈ ഒരു സീഡ് നമ്മൾ നിത്യേനുള്ള നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിനെ ഒരുപാട് മെച്ചപ്പെടുത്തും. രക്തക്കുഴലുകളിലെ നീർക്കെട്ട് കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ ആയ LDLന്റെ അളവ് കുറയ്ക്കാനും ക്യാൻസർ വളർന്നു വരാനുള്ള റിസ്ക് അഥവാ സാധ്യതകൾ കുറയ്ക്കാനും ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്ലാക്സ് സീഡ്സ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ നല്ലൊരു സംഭവമാണ് ഫ്ലാക്സ് സീഡ്സ്. അതുപോലെ പ്രമേഹം, BP പോലുള്ള അസുഖമുള്ളവർക്ക്, ഹോർമോണൽ ഇംബാലൻസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. തൈറോയിഡിൻ്റെ സുഗമമായ നടത്തിപ്പിനെ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് സഹായിക്കും. അതുപോലെ നമുക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഇതിനകത്ത് ഫൈബറിൻ്റെ കണ്ടൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ കുടലിലുണ്ടാവുന്ന അസുഖങ്ങളെ കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബർ ഒരുപാടുള്ളതുകൊണ്ട് നമ്മളുടെ വെയിറ്റ് ലോസിനെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് അമിതമായിട്ട് യൂസ് ചെയ്യാനും പാടില്ല. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതിനും ഒരു അളവുണ്ട്, ദിവസേന ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു അളവുണ്ട്. അതായത് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്രയും യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ ഇതെപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് വേണം സൂക്ഷിക്കാൻ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അത് പെട്ടെന്ന് മോശമായി പോകും. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചാലും പെട്ടെന്ന് ഇങ്ങനെ പൂപ്പൽ പോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതായത് മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതലുള്ള വുമൻസിന്, അതുപോലെ തന്നെ ബ്ലീഡിങ് പൈൽസ് ഉള്ള ആളുകൾക്ക്, വയറ്റിൽ അൾസർ പോലുള്ള അസുഖങ്ങളുള്ളവർ, അതുപോലെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് ഉണ്ടാവും, ശരീരം ഭയങ്കരമായിട്ട് ചൂടാവുന്നവർ, പെട്ടെന്ന് വിയർക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇത് കഴിക്കാൻ പാടില്ല. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ളവരൊക്കെ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഫ്ലാക്സ് സീഡിന് ചൂട് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനെ കൂടുതൽ ഹീറ്റാക്കുകയും അവർക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. കുറേ നേരമായില്ലേ ഞാൻ ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയുന്നത്? കുറേ നേരം കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചോ? ഇല്ലല്ലോ അല്ലേ? ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് വലിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
അപ്പം ഞാൻ ഇത്രയും നേരം ഫ്ലാക്സ് സീഡിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കാരണം അത്രയും ഗുണങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നും കൂടി വിചാരിച്ചു. പിന്നെ അതിനൊക്കെ പുറമേയായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് പൊടിച്ച് വെക്കും, എന്നിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുക. വറുത്ത് പൊടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മോര് വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് അങ്ങനെ കുടിക്കാറുണ്ട്. എന്തായാലും ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. 1-1.5 സ്പൂണൊക്കെ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ വറുത്ത് പൊടിച്ച് ഒരു ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെപ്പോഴും മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നിർത്താതിട്ട് പൊടിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിനകത്തുനിന്നൊരു എണ്ണ കിനിഞ്ഞ് വരും. അപ്പോൾ അത് പെട്ടെന്ന് മോശമായി പോവും. അതിന് പകരം എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബട്ടൺ ഞെക്കിയിട്ട് നിർത്തിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ എണ്ണയൊന്നും കിനിഞ്ഞ് വരില്ല കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ സോസേജ് കൊണ്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞൊരു സ്നാക്സ് ആട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാൻ ഇവിടെ 4 സോസേജാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3 ബ്രൗൺ ബ്രെഡ് പൊടിച്ചെടുത്തപ്പോൾ തന്നെ കറക്റ്റ് അളവിനുള്ള ബ്രെഡ് ക്രംസ് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തൊരളവ്. പിന്നെന്താ, ഇതുപോലെ 4 ചിക്കൻ സോസേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചപാടായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിനകത്ത് കുറച്ച് മസാല തേച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരിട്ടങ്ങ് ഫ്രൈ ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ആ ഒരു സോസേജിൽ തേച്ച് പിടിപ്പിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പം ഇതുപോലെ സോസേജ് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്യാത്ത സോസേജ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഈ സോസേജ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിവിടെ മസാല ഒക്കെ തേച്ച് വെച്ച സോസേജ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഈ കുറച്ച് എണ്ണയിലാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അത്രേ പറയാൻ പറ്റുള്ളൂ. അത്ര കുറച്ച് നേരം നമ്മൾ വെക്കണുള്ളൂ കേട്ടോ അത്. അതുപോലെ സോസേജ് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മസാല തേച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ സോസേജ് അവിടെ റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കോഴിമുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സോസേജ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു പരുവായാൽ മതിയിട്ട് നമ്മളെ സോസേജ്. ഇതിൽ കൂടുതൽ ഇനി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയാന്ന് വെച്ചാൽ ഒന്ന് ചൂടാറണം. അപ്പോൾ നമ്മുടെ സോസേജൊക്കെ ഇപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ സോസേജിനെയും നടുവ് കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതായത് ഒരു ഫില്ലിങ് വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങ് കീറി കളയരുത് കേട്ടോ, അപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം ഇതേപോലെ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചീസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ചീസ് കുറച്ച് മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതിനുള്ളിൽ ഫില്ലാവും. ഞാൻ ഇപ്പോൾ എടുത്ത അത്രയും വലിയ കഷ്ണമൊന്നും വേണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് മുറിച്ചിട്ടൊക്കെയാണ് വെച്ചു കൊടുത്തത്. ഇതിനകത്ത് ഈ ഒരു ചീസിൻ്റെ ഫില്ലിങ് വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ സോസേജും നല്ലോണം ചീസൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സോസേജിനെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ എഗ്ഗിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കില്ലേ, അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സോസേജ് തന്നെ, അതായത് ആദ്യം എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് പിന്നെയും എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ബ്രെഡ് ക്രംസിൽ ഇടുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസേജൊക്കെ അവിടെ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ ഇപ്പോൾ തന്നെ ഞാൻ ഫ്രൈ ചെയ്യണില്ല. എനിക്ക് സ്മൂത്തി ഉണ്ടാക്കണം. സ്മൂത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സ്മൂത്തി റെഡിയാക്കി എടുക്കാം. ഞാനിന്ന് ബ്ലൂബെറി സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ കുഞ്ഞ് ജാറേ ഉള്ളൂ കേട്ടോ. എൻ്റെ മിക്സീൻ്റെ വലിയ ജാറ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളതിൽ വലിയ ജാറുണ്ടെങ്കിൽ വലിയ ജാറിൽ അടിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞ് ജാറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു പകുതി ബനാന, പകുതി ആപ്പിള്, കുറച്ച് ബ്ലൂബെറി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഓട്സ്, കുറച്ച് ഈത്തപ്പഴം,
പിന്നെ ഹണി, ഞാൻ മധുരത്തിന് പഞ്ചസാര അല്ല ചേർക്കണത്, ഹണിയാണ് ചേർക്കണത്. അല്ലെങ്കിൽ തന്നെ ഇതിന് മധുരം ഉണ്ടാവും, ഫ്രൂട്ട്സിൻ്റെയും പിന്നെ നമ്മൾ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒക്കെ മധുരം ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടി മധുരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് തേനും പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ മിക്സിയിൽ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്മൂത്തി ഭയങ്കര ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി, ദോശ അതിനൊക്കെ പകരം നമുക്ക് ഈ ഒരു സ്മൂത്തി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്മൂത്തി അവിടെ റെഡി ആയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ അത്രയും സമയം പുറത്ത് വയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ സോസേജ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് ഞാൻ ഈ ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചിട്ട് എണ്ണ ചൂടാക്കുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എല്ലാത്തിനും ഈ ഒരു പാത്രം തന്നെ ഉള്ളൂ, എല്ലാം ഉണ്ടാക്കാൻ ഈ ഒരു ചട്ടി തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. വേറെയും പാത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു കുഞ്ഞി ചട്ടിയല്ലേ, അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കാമല്ലോ. നമ്മളൊക്കെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടാക്കുന്നത്, രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുഞ്ഞു ചട്ടിയിൽ കുക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തെടുക്കാനാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. സോസേജ് ഫ്രൈ ചെയ്തെടുക്കുമ്പം തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, വല്ലാണ്ട് കൂട്ടിടരുത്. കാരണം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പുറംഭാഗം, കാരണം ബ്രെഡ് ക്രംസ് കൊണ്ടുള്ള കോട്ടിങ് അല്ലേ, അപ്പോൾ പുറംഭാഗം പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളിട്ട് വേവുമില്ല. അപ്പോൾ ഇതുപോലെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ സോസേജ് ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്മൂത്തിയും കൂടി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാമല്ലേ. അപ്പം ഞാൻ ഇപ്പോൾ സ്മൂത്തി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള സ്മൂത്തിയാണ് കേട്ടോ, വെള്ളം പോലെ ഒന്നല്ല, നല്ല തിക്കാണ് സാധനം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്യണത്. ഏട്ടനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ പുകഴ്ത്തി പറയാണ്. പക്ഷെ ഇനിയാണ് ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഏട്ടൻ പറയും കറക്റ്റ് എന്താ ടേസ്റ്റ് എന്നുള്ളതൊക്കെ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വേറൊരാൾ കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയുന്നതല്ലേ നമ്മളുടെ കോൺഫിഡൻസും സന്തോഷമൊക്കെ. അപ്പം ഇനി ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏട്ടൻ എന്താ കമൻറ്റ് പറയാൻ നോക്കാം കേട്ടോ. താങ്ക് യു. അപ്പം ഏട്ടന് രണ്ടും നല്ലോണം ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് സ്മൂത്തി ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.